എന്താണെന്ന് ചോദിച്ചാൽ മദ്യപിക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, മദ്യപിക്കാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എവിടെ നോക്കിയാലും സുലഭമായിട്ട് മയക്കുമരുന്ന് ഇന്ന് ലഭ്യമാണ്. എങ്ങനെ ഇതുണ്ടായി? എത്ര പേർക്കറിയാം, അല്ലെങ്കിൽ എത്ര പേർ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരല്പം പുറകോട്ട് ചിന്തിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ പിണറായി സർക്കാർ ഏകദേശം 10 വർഷം ഭരിച്ചു. അതിനു മുമ്പുള്ള ഭരണം നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണം. ആ സമയത്ത് ഞാനിത് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ മോശമാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെ പുകഴ്ത്താനോ അല്ല കേട്ടോ, ഞാൻ റിയാലിറ്റി പറഞ്ഞതാണ്. ആ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ രീതിയിൽ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ അതോടൊപ്പം തന്നെ സാധാ മദ്യശാലകളൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന സമയമുണ്ട്. അപ്പോൾ അതിനൊരു പ്രശ്നം വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അതിന് കാരണവും വന്നത് വേറൊരു കാര്യമല്ല, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നക്കാരനായി മാറി വന്നതും VM സുധീരനാണ്. അപ്പോൾ അദ്ദേഹം VM സുധീരൻ പുള്ളിക്കാരൻ്റെ കുറച്ച് ന്യായങ്ങൾ പറയുകയും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ പറയുകയും എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മൊത്തത്തിൽ മദ്യം സമ്പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന രീതിയിലേക്ക് വരെ എത്തി, നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം സാധാരണ മദ്യശാലകൾ ഒന്നും വേണ്ട, 4 സ്റ്റാറും 5 സ്റ്റാറും അല്ലെങ്കിൽ 7 സ്റ്റാർ മാത്രം മതി എന്നുള്ള പുതിയ നിയമങ്ങളും വന്നു. അങ്ങനെ അത് പലതരത്തിൽ വന്ന് ആ സമയങ്ങളിൽ സാധാരണ ആൾക്കാർക്ക് മദ്യം ലഭ്യമല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. ഓർത്തു നോക്കുക, പലരും ഒന്ന് പഴയ കാലഘട്ടം ഒന്ന് ഓർത്തെടുത്താൽ മതി, അല്ലെങ്കിൽ ആ ന്യൂസൊക്കെ ഒന്ന് നിങ്ങളൊന്ന് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എനിവേ, ആ സമയം കഴിഞ്ഞ ശേഷം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അന്ന് വരെ ആ ഒരു പ്രശ്നമുണ്ടാകുന്ന ആ സമയം വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കെടുത്തോളൂ, ഞാൻ ഈ പറയുന്നതിന് ആ സമയം വരെ മദ്യത്തിന് പകരം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ശതമാനവും ആ ഒരു വർഷത്തിന് ശേഷം മുന്നോട്ട്, അതായത് ഇപ്പം വരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശതമാനവും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു 40 അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 60% എന്നല്ല, ഒരുപാട് ശതമാനത്തിനപ്പുറമായിട്ടുള്ള ആൾക്കാർ ആ ഒരു മദ്യ നിരോധനത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ന് വരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മദ്യം ഉപയോഗിക്കുന്നതിനൊക്കെ കൂടുതലായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മദ്യം ഉപയോഗിക്കുന്നതിനേക്കാളും 10 ഇരട്ടി 15 ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇരട്ടിയാണ് ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടാകുന്നതും ഈ മയക്കുമരുന്ന് കൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സുലഭമാണ്, കേരളത്തിലെ പല സ്ഥലത്ത് ചെന്നാലും സുലഭമാണ്. എപ്പോഴും ന്യൂസ് ചെക്ക് ഇട്ട് നിങ്ങളുടെ നോക്കിയാൽ അറിയാം, കൊച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന് വരെ മയക്കുമരുന്ന് കിട്ടുന്നു. ഒരു കാലത്ത് ഇത് മദ്യമായിരുന്നെങ്കിൽ ഇപ്പം മാറിയതിൻ്റെ കാരണം പിടികിട്ടിയോ? ഇനി ഒരിക്കലും കേരളം